അപ്പോൾ നമ്മളൊന്ന് ചെറിയൊരു ഓഫ് റോഡ് ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ ഇതാ നമ്മൾ കുറച്ച് പേര് ഒത്തുപോയിട്ടുണ്ട് കുറേ നാൾക്ക് ശേഷം. ഇത് ക്യാമറയുടെ പുറകിൽ ബിജോ ഉണ്ട്, പിന്നെ ഇത് സണ്ണി ഉണ്ട് അല്ലേ. ഒരു മൂന്ന് വർഷമായി കണ്ടിട്ട്, 3 വർഷമായി കണ്ടിട്ട്. അന്ന് മറ്റേ ഇവിടെ ചന്ദ്രമണ്ഡലത്തിൽ പോയതാണ്, ചന്ദ്രൻ നക്ഷത്രമൊക്കെ കണ്ട് ആൾ തിരിച്ചു പോയതാണ്, പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഇത് കപ്പൽ മുതലാളി കരക്കടിച്ചിട്ടുണ്ട്, രാഗേഷ് വന്നിട്ടുണ്ട്. രാഗേഷ് വിശേഷങ്ങളൊക്കെ പോട്ടെ. കുറേ നാൾക്ക് ശേഷം അല്ലേ രാഗേഷ് മറ്റേ കപ്പലിലേക്ക് മെസ്സേജ് അയക്കും, എടാ എപ്പോഴാണ് ഓഫോർഡ് പോകുന്നത് അങ്ങനെ ഒരു സൗകര്യം തരാതെ അല്ലേ വിജോ. പിന്നെ അടിക്കടിക്ക് മെസ്സേജുകളായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് രാഗേഷിയുടെ സ്വപ്നം പൂവണിയാൻ പോവുകയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ വണ്ടിയുടെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വഴി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഞാനിന്ന് എത്ര വീഴ്ച വീഴും എന്നുള്ളത് ഇന്ന് കണ്ടറിയണം. കറക്റ്റായിട്ട് കാലത്തുന്നുണ്ട്, പക്ഷെ എന്നാലും അവർ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതിന്നറിയാം ആ ഓഫ് റോഡിൻ്റെ ഒരു ഫീഡ്ബാക്ക് കൂടെ. രാഗേഷി തെറ്റിടാൻ പോകണം. ഇതിന് മറ്റേ മൂഡ് മാറ്റണ്ടേ? മൂടൊക്കെ മാറ്റി കിടക്കുകയാണ് ഓൾറെഡി. ഇത് ഓഫ് റോഡ് കൂടണ്ട കേട്ടോ, ഓഫ് റോഡ് മോഡൊക്കെ ഉണ്ട്. പവർ കുറയൂലേ മറ്റേ പവർ കിട്ടോ? അപ്പോൾ എന്തായാലും നേരെ നമുക്ക് മുന്നോട്ട് പോവാം, കുട്ടിക്കാനം മലമണ്ടയിലോട്ട്. നോക്കി വഴി ഇപ്പോൾ മറ്റേ റോഡ് പണിയാണ്, അപ്പോൾ അത്യാവശ്യം അല്ലേ കുറച്ച് എൻജോയ് ചെയ്ത് ഓടിക്കാം, അത് കഴിഞ്ഞാൽ കുറച്ച് നനയിക്കാം അല്ലേ. പിന്നെ ഞങ്ങൾ രാവിലെ നേരത്തെ റൈഡ് ചെയ്യണമെന്ന് പ്ലാൻ ഇട്ടു. കറക്റ്റ് ഉച്ചയ്ക്ക് 1 മണിക്ക് ഇപ്പോൾ റൈഡ് തുടങ്ങി അല്ലേ, കറക്റ്റ് 1 മണിയല്ലേ, 12:30 വാങ്ങിക്കും. അപ്പോൾ എന്തായാലും വാ ഇനി നേരെ റൈഡിൽ കിടക്കാം. അപ്പോൾ തുടങ്ങാമല്ലേ. നമ്മൾ വണ്ടിയുടെ എല്ലാം മിററെല്ലാം അഴിച്ചു കേട്ടോ. മിററെല്ലാം അഴിച്ചിട്ട് ഈ മരത്തിൻ്റെ കൂട്ടി വെച്ചിട്ടുണ്ട്, വരുമ്പോൾ കിട്ടുമെന്തോ. ലൊക്കേഷൻ പറഞ്ഞില്ല എല്ലാവർക്കും. ഇതിന് പിന്നെ നല്ല വിലയുണ്ട്, നമ്മുടെ പാവങ്ങളുടെ മിറ അതും വിലയുണ്ട് കേട്ടോ, KTM മിറ നോക്കാം. കണ്ണിച്ച ക്യാമറ ഒക്കെ ഓണാക്കട്ടെ. ഓക്കെ, ഇവിടുന്ന് വേണ്ട ഓട്ടെ. അങ്ങനെ റൈഡ് തുടങ്ങിയാണ് ഗൈസ്. പൊടിയും തിന്നും ഉമ്മാരെ ബാക്കി പോയതാണ്. കടന്നു വേറെ കാര്യം കേട്ടോ, ബ്രേക്ക് ഒന്ന് അടിച്ചാൽ തെന്നി അങ്ങ് പോകും.
ഗായ്സ്, ഇതാണ് നമുക്ക് പോകേണ്ട വഴി. ബിജോൻ്റെ ഞാൻ ലാസ്റ്റ് വരാം, കയറിക്കോ. ഞാൻ വീട്ടിൽ പറഞ്ഞു വരാം, കയറിക്കോ കയറിക്കോ. ഓണല്ലേ? ആ ഓണാ, ഓടേ. പണിത്താറേ വിട്ടോ, പോട്ടെ പോട്ടെ, പവറിൽ പോട്ടെ. ആ അതന്നെ. അതന്നെ അതന്നെ. അത് കല്ലുണ്ട് ഫ്രണ്ടിൽ, സൈഡിലേക്ക് പിടിക്കും, അങ്ങോട്ട് പിടിക്കും. ഉണ്ടോ നല്ല പിന്നെ കയറ്റം ഉണ്ടോ? വണ്ടി നിർത്താൻ പറ്റില്ല, അതാ പ്രശ്നം. ഒന്ന് ബാക്ക് എടുത്തിട്ടേ ഞാൻ കയറി ട്രാക്ക് പോവാ. ഞാൻ അവിടെ കയറ്റി നിർത്താം, ഒരു മിനിറ്റ്. ഇവിടെ നിർത്താൻ പറ്റില്ല. ഒഴിഞ്ഞൂല്ലേ? കയ്യിൽ പോയി, പിന്നെ പോയി. കയ്യിൽ നിന്ന് സ്ലിപ്പായി ക്ലച്ച്. ചാടി വണ്ടി ഓഫായി പോകുന്നു. നിർത്താം, ഇപ്പോൾ വിൽക്കരുത് തന്നെ. ഇവിടുന്ന് ക്ലച്ച് കഴിഞ്ഞ് സ്ലിപ്പായി. ഗ്ലൗസ് ഇട്ടാതെ പ്രശ്നം. എന്നാ വിഷയമാണ്. ട്രാക്ക് അത്യാവശ്യം ഇവിടെയൊക്കെ കുഴി നികത്തിയാട്ടോ, പക്ഷേ എന്നാലും പൊടിമണ്ണാണ്. നിർത്ത ഓടിച്ച് കയറണം. കയറ്റം കേട്ടോ, നല്ല കയറ്റം മുകളിൽ വരെ. പോട്ടെ 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 പോട്ടെ. സെക്കൻഡ് പവർ കുറവാണ്, അതാണ്. അല്ല അത് കാണിച്ചു. കണ്ണങ്കാരി പോകും. നമ്മൾ ആ ഒരു ഫ്ലോയിൽ തന്നെ പോകണം. എത്തി കഴിഞ്ഞാൽ പണിയാണ്. കല്ലൊക്കെ രാഗേശി ഇളക്കിയിട്ട് പോയിട്ട്
സമാധി ചത്ത് ചീഞ്ഞ്. അടുത്ത രാകേഷ് യുദ്ധം വെച്ച് വരുന്നുണ്ട്. ട്രെയിൻ കുഴപ്പമില്ല, വലിയ സീനില്ല. ചന്ദ്രമണ്ഡലം വെച്ച് നോക്കി കഴിഞ്ഞാൽ ചന്ദ്രമണ്ഡലം നമ്മളൊന്നുമില്ലേ ശരിക്കും പാട് പെട്ടു. 4 കിലോമീറ്റർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറയാം. മറയൂര് ചന്ദ്രമണ്ഡലം എന്ന് പറഞ്ഞ ട്രാക്ക് ഉണ്ട്. ഒരു രക്ഷയില്ല ട്രാക്ക്. അത് എത്ര 4 കിലോമീറ്ററാ? പക്ഷെ 40 ഫീൽ ഉണ്ടായിരുന്നു. 40 മിനിറ്റ് അല്ല, 40 കിലോമീറ്ററിന് ഫീൽ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 3.5-4 മണിക്കൂർ എടുത്തു കയറാൻ. പിന്നെ ഇറങ്ങാൻ പെട്ടെന്ന് ഇറങ്ങി, കാരണം ആനയും കാട്ടുപോത്തും പെട്ടെന്ന് മുകളിലെത്തിയപ്പോഴേക്കും ആനയുടെ എൻട്രി ചെയ്യുന്നു. അപ്പൊ പിന്നെ അതിനെ നിന്നില്ല, ഞങ്ങൾ വേഗം വിട്ടു. രക്ഷയിലെ ട്രാക്ക് ആയിരുന്നു കേട്ടോ. നമ്മൾ ഏതൊക്കെ ട്രാക്ക് പിടിച്ചു. പക്ഷെ ആ മുകളിൽ ചെല്ലുമ്പോൾ ഉള്ള വ്യൂ അത് രക്ഷയില്ല, ഒരു സ്വർഗം തന്നെ. ഇതിന് മുകളിൽ സെറ്റപ്പാ. ഇതിപ്പോ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഈ കരി കിടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അടിപൊളിയാ. ഈ സമയത്തൊക്കെ മഞ്ഞായിരിക്കും. ഞങ്ങൾ എൻ്റെ ഫസ്റ്റ് മലമണ്ട വീഡിയോ കണ്ടവർക്ക് അറിയാം. ഈ ഇതിലോട്ട് കയറുമ്പോഴൊക്കെ ഫുള്ള് മഞ്ഞായിരുന്നു. പിന്നെ ഫെബ്രുവരി മാർച്ച് വന്നിട്ട് മഞ്ഞ് വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എല്ലാ വൈബും പിടിക്കണമല്ലോ. മഞ്ഞും വേണം, വെയിലും വേണം. താഴെ ഗുരു കേൾക്കുന്നുണ്ട്. രാകേഷ് എനിക്ക് തോന്നുന്നു ഈ വഴി മൊത്തം നശിച്ചിട്ടുണ്ടാവും. ചാല് വെട്ടി വെട്ടിയാണ് നല്ല പവറല്ലേ. നമ്മുടെ സ്ലെഡ് ട്രൈ ഔട്ട് ചെയ്യാന്. കുഴപ്പമില്ല, ഇട്ടോ വച്ച ഒന്നും നോക്കണ്ട, വച്ചോ. കുഴപ്പമില്ല. ആ പറഞ്ഞ അവിടെ ഒരു കല്ലുണ്ട്, അവിടെ അതാണ് സീൻ. ഞാനവിടെ ഒരു പ്രാവശ്യം വീണു. അതാണ് ഞാൻ ആൽഫീനെ വിളിച്ചത്. അവന് കുറച്ച് കാലെങ്കിലും എത്തും. എനിക്ക് കാലെത്താൻ ചെറിയ സീനുണ്ട്. ആൽഫി ആയോ? വാ കഴിഞ്ഞു പോയോ. Yes. ഭ്രാന്തൻ. അടുപോല ഓ മൈ ഗോഡ്, സണ്ണിച്ചൻ്റെ മകൻ വീഴ്ച.
എന്ത് പറ്റിടാ? നമ്മൾ മലമണ്ട പ്രോപ്പർട്ടിയിലേക്ക് എത്തിയിട്ടുണ്ടോ? നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് മുകളിൽ. ഇപ്പോൾ കറണ്ട്ലി ക്ലോസ്ഡ് ആണ്. അതെ, ഒന്ന് പോകാൻ കഴിയാന്ന് വെച്ചത്. തണുത്ത വെള്ളമല്ലേ ചേച്ചി? സണ്ണിച്ചിലൊക്കെ വരുന്നുണ്ട്. വണ്ടി കുറച്ച് മുകളിൽ നിർത്തി ഞങ്ങൾ. ഇനി കുറച്ച് ഇവിടെ ചില്ലായിട്ട് ഇരുന്നിട്ട് പോകാമെന്ന് വെച്ചു. അവിടുന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായി ഇനി ഇവിടെ അങ്ങോട്ട് പോകുന്നു. ചേച്ചി വാ. ഞാനുമായിട്ട് പണങ്ങി. ചോക്ലേറ്റ് ഇല്ലെന്ന് പറഞ്ഞല്ലേ? പറഞ്ഞോ രാജേഷ്, മറ്റേ സെൻസർ ചെയ്യാം നമുക്ക്. എന്തോ പറയാൻ വേണ്ടി വന്നു. കുറച്ച് ഇവിടെ എവിടെയെങ്കിലും സൈഡായി ചില്ലായിട്ട് ഇരുന്നിട്ട് കൂളായിട്ട് പോവാം അല്ലേ? എന്റെ കൂട്ട് പൊട്ടി ഗൈസ്, നോക്കൂ. ഇത് ഒട്ടിക്കണത് എടുക്കാതെ വെച്ചിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ നോക്കുന്നുണ്ടോ? പോകുന്ന വഴി ഇല്ലേ രണ്ടാമെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ എന്താ സുഖമായോ കൂട്ടൂരിയപ്പോ. ചെറിയൊരു ചോക്ലേറ്റ് ബ്രേക്ക് അല്ലേ രാജേച്ചി? എനർജി റീഫില്ലിങ്. എന്ത് മറ്റേ പാൽ ഗോവ അല്ലേ? പാൽപേടയും പിന്നെ 5 സ്റ്റാറും. അച്ഛനെ ഇരി വിജയമ്മ, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? പക്ഷേ ക്ലൈമറ്റ് അല്ലേ, ക്ലൈമറ്റ് ഒരു ഇച്ചിരി കടുങ്കട്ടിയായി പോയി. കാരണം കറക്റ്റ് ഉച്ചയ്ക്കാണ് നമ്മൾ ഓഫറെന്ന് പറഞ്ഞ് കയറിയത്. ആ അതെ സത്യം, പ്ലാൻ ചെയ്തെന്നൊക്കെ അല്ലേ വ്യത്യസ്തമായിരുന്നു. ഒരു സമ്മർ ഓഫറായി പോയി. എന്താ കരയാണോ നീ? അല്ലെങ്കിൽ സമയത്തിന്റെ കാര്യത്തിൽ നമ്മളെ അടിക്കാൻ പറ്റില്ല. അത് നോക്ക് രാകേഷ്, നോക്ക് എനർജി ഫുള്ള് ഇതാ. ഇത് കഴിച്ചിട്ട് ഇനി പറക്കലുണ്ട് അല്ലേ? പാൽഗോവ കണ്ട അകത്താകട്ടെ. ട്രിപ്പ് പോയിട്ട് 6 മാസം കൂടുതലായി. അതിന്റെ ഒരു ക്ഷീണമുണ്ട്. പിന്നെ വന്ന് കേറിയ സ്ഥലവും ചിന്തപ്പെട്ട സ്ഥലവും. പിന്നെ ചെറുതായിട്ട് ഒരു 3 വർഷത്തെ ഗ്യാപ്പിന് ശേഷം തലേദിവസം രാത്രി മെസ്സേജ് അളി ഒരു ഓഫോട് പോയി വരുന്നുണ്ട് വെച്ചപ്പോ വരാന്ന് പറഞ്ഞോണ്ട് വന്നതാ. പക്ഷെ നമ്മള് ഈ പറഞ്ഞ പോലെ മലയല്ലേ കുറച്ച് തണുപ്പുണ്ടാകും വിചാരിച്ചു. അതെ, ചുമ്മാ ഇരിക്കുമ്പോൾ തണുപ്പുണ്ട്. പക്ഷെ നമ്മളത്രയും ഹാർഡ് വർക്കിംഗ് അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു ഷൈൻ വെച്ചിട്ട്? കുറച്ച് നാളായില്ലേ വണ്ടിക്ക് ജീവനുണ്ട്? ജീവനുണ്ടോ? ഞാൻ വിചാരിച്ചു കേരള മീൻസ് കേറ്റാൻ ഷൈനോ കേരള അങ്ങനല്ല. വണ്ടി കുറച്ച് പ്രശ്നങ്ങളുണ്ടേ, കുറച്ച് കാലമായി. വേണോ വേണ്ടെന്ന് ഞാൻ ആലോചിച്ചു. ഒരു ഇതുണ്ടായിരുന്നില്ല, ഒരു ഇവന്റെ എന്റെ വണ്ടി ഇവന്റെ മരണത്തിന്റെ വക്ക് നിൽക്കുകയാണ്. ഞാൻ മരണത്തിന്റെ വക്കിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തി. അണ്ണൻ ഇപ്പോഴും കയറ്റിയിട്ടില്ല, എന്നിട്ട് അത് ഓടുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. ഈ ഒരു ട്രിപ്പോട് കൂടിയല്ലേ അടുത്ത സർവീസ് ഒക്കെ ചെയ്ത് സെറ്റാക്കി നിർത്താം. രാകേഷി, സസ്പെൻഷൻ അത്യാവശ്യമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷൻ ആണ്, നല്ല റീബൗണ്ടാണ്. റീബൗണ്ട് എന്താണെന്ന് ഇപ്പോഴാണ് പഠിച്ചത്. അതെ, കൈക്ക് നല്ല അടി, അതായത് നല്ല ചാട്ട വണ്ടി. അതിന് ഫ്രണ്ട് നിൽക്കുന്നില്ല. മാത്രമല്ല മോണോഷോക്കിനും ബാക്കും അതെ. അതായത് ഓരോ കല്ലും നമ്മൾ ചാടി തെറിച്ച് പോവുക. വണ്ടി നല്ല ഇങ്ങനെ തെറിക്കുന്നുണ്ട്. സസ്പെൻഷൻ എടുക്കണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ട നിൽക്കുന്നില്ല വണ്ടി. അതിന്റെ പ്രശ്നം ഇപ്പൊ ഞാൻ 87 കിലോ ഉണ്ട്, സണ്ണി 90. ഞങ്ങൾ ഇരുന്നിട്ട് കൂടി വണ്ടി ഒരു അനക്കവും ഇല്ല. അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ സാഗ് പോലും വരുന്നില്ല. എനിക്കൊന്ന് ഭയങ്കര സ്റ്റിഫായിട്ടായിരിക്കും തോന്നുന്നു. അതായത് നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്താൽ കുറച്ചും കൂടെ സെറ്റപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പവർ പോവില്ലേ? പെട്ടെന്ന് വരുത്തണമെന്നുണ്ടെങ്കിൽ റീബൗണ്ട് ചെയ്യാറ് കൈയൊക്കെ പമ്പായിട്ട് ഓക്കെ ഞരമ്പൊക്കെ എണീറ്റ്. ഇത് മസിലാണ്, മസില. അല്ല പക്ഷെ വേറെ കാര്യമുണ്ട്, 2 ഓഫർ അടിച്ചാ തെളിയാത്ത മോശലൊക്കെ തെളിയും. അത് വേറെ കാര്യമുണ്ട്. നമ്മൾ അന്ന് മലമ്പുഴയാണ് അന്ന് മലമ്പണ്ട് കയറിയപ്പോഴേ ഇത്ര ചൂടുണ്ടായിരുന്നില്ല, അറിഞ്ഞില്ല അല്ലെ, ഇത്ര കഷ്ടപ്പാടുന്നില്ലല്ലോ അന്ന് കയറിയപ്പോ. പക്ഷെ ഇതിനെക്കാളും 10 ഇരട്ടി ഹാർഡായിരുന്നു. അത് മാത്രമേ ഉള്ളൂ അവിടെ, വേറെ ഒന്നും ഇല്ലായിരുന്നു. മണ്ണോട് കുഴപ്പമില്ല. റോളറൊന്നും ഓടിച്ചിട്ടില്ലേ, അതുകൊണ്ടായിരിക്കും.
സോളറും കൂടെ കയറണമെങ്കിൽ ഇനി അല്ല ഇനി തിരിച്ചിറങ്ങണ ആരാലേക്ക് വാവോ അത് അന്ന് ആലോചിക്കാന്നില്ല അങ്ങ് വിട്ടുപോന്നെ. ഇത് ഞാൻ പറട്ടെ, ഈ ഓഫറൊക്കെ വരുമ്പോ പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാൻ പാടില്ലെന്നാണ് എന്റെ ഒരു തീരുമാനം. അങ്ങ് പോവുക അല്ലേ, ആ ഓളത്തിനൊപ്പം അങ്ങ് പോവുക, ഒറ്റ വയറ്റിലങ്ങ് പോവുക. അതെ, നമ്മൾ അധികം ചിന്തിച്ചോണ്ടിരുന്ന നമ്മൾ എന്തെങ്കിലുമൊക്കെ മണ്ടത്തം കാണിച്ച് വീഴും. അങ്ങ് പോവുക, നമുക്ക് ശരിയാന്ന് തോന്നുന്ന ട്രാക്ക് ചൂസ് ചെയ്യാൻ വിട്ടു അങ്ങ് പോവുക. എന്ത് രാകേഷ്? ട്രാക്ക് ചൂസ് ചെയ്യും, വണ്ടി വേറെ ട്രാക്ക് ചൂസ് ചെയ്യും. അതെ, വണ്ടിയോ ട്രാക്കും നിങ്ങളോ ട്രാക്കും രണ്ടുപേരും രണ്ട് വേറെ ട്രാക്ക്, വേറെ മൂന്നാം ട്രാക്ക്, വണ്ടി റീബോണ്ട് വേറെ തെറിച്ച് വേറെ എല്ലാം പലതാണ്. എന്തായാലും കൊള്ളാം. ജെറ്റിന്റെ വീഡിയോ ഉണ്ട്, അത് വരും, അത് നമ്മള് ഒരു സാധനം വരട്ടെ, തീ ഇല്ല പിന്നെ. അപ്പോൾ നമ്മളെന്തായാലും താഴോട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചത്. ഇപ്പോൾ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് മാറി കേട്ടോ, ചെറിയൊരു മൂടൽ കാണാം നിങ്ങൾക്ക്. കണ്ടോ, ഇങ്ങോട്ട് നോക്കിയാൽ ചെറിയ മൂടലായി, അതുകൊണ്ട് നല്ല ക്ലൈമറ്റായി. ഈ ഒരു ക്ലൈമറ്റായി ഞങ്ങൾ കയറുമ്പോൾ പ്രതീക്ഷിച്ചത്. പക്ഷേ മറ്റേ പറയല്ലേ, ഞാൻ നനച്ചത് ആണ് കിടച്ചത് അല്ലേ, തീയായിരുന്നു വെയിൽ. ഇനി കരിയാനൊന്നും ബാക്കിയില്ല. എന്നാലും കൊള്ളാം. വേനൽക്കാലത്ത് പിന്നെ ആ ഒരു മൂടാണ് ഓഫ് റോഡ് ചെയ്യുമ്പോൾ, അതും പ്രതീക്ഷയില്ല നമുക്ക് വരാൻ പറ്റും. എന്നാലും കൊള്ളാം. ഇവിടുന്ന് മെല്ലെ ഇനി ഇറങ്ങട്ടെ. കുറച്ച് നേരം ഇവിടെ ഇരുന്നു, ബോഡിയൊക്കെ ഒന്ന് ചില്ലായി. വൈകുന്നേരം ആയപ്പോൾ ആ ഒരു തണുപ്പും കാണാൻ കയറി വന്നു. ഓക്കെ, ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഇറങ്ങുന്ന 2 ക്ലിപ്പും കൂടി ഇട്ടേക്കാം. ഇറങ്ങുന്ന അത്ര എളുപ്പമുള്ള കാര്യമില്ല, നിസ്സാരമല്ല. ഇറങ്ങുന്ന നല്ല പാടാണ്, അറിയാമല്ലോ. പിന്നെ ഒരു ഫ്ലോയിലങ്ങ് പോവും. ഗിയർ തന്നെ ഇറങ്ങിയാൽ മതി. അതുകൊണ്ടോ ഇയർക്കൊക്കെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രൈറ്റ് ആയിട്ട് തോന്നില്ലേ, ഇത് ഇങ്ങനെയാണ് ഇറക്കം. ലെഫ്റ്റ് പിടിക്കാം. ക്ലച്ചങ്ങ് വിട്ടേക്കുക. എന്നിട്ട് ഫസ്റ്റ് ഗിയറിൽ ക്ലച്ചങ്ങ് വിടുന്നു, ബാക്ക് ബ്രേക്ക് ടാപ്പ് ചെയ്യുന്നു. കണ്ടോ, കല്ലുകൾ ഇളകി കിടക്കുന്നു. നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ചാടി പോകുന്നു. ഓഹോയ് മോനെ, പവർ പോയില്ല മോനെ. പോയി പുറകെ വേണ്ടതല്ലോ, അമ്മനില്ല. അപ്പോൾ എന്താ താഴെ കാണാം. യെസ്, അങ്ങനെ വന്നു, താഴെ എത്തി. ഇനി അമ്മ രണ്ടുപേരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കൈയുടെ കാശ് നോക്കടാ, ചൊവ്വാന്നുണ്ട് കാണിച്ചേ, കാണിക്ക്. വാവ്, ഇതുണ്ട് ചെളിയും കൂടെ ഇട്ട്. അതെ, അപ്പോൾ ഇറക്കുന്നതും അത്ര നിസ്സാരമല്ല. ഓക്കെ, അമ്മ വരട്ടെ, അത് റെസ്റ്റ് എടുക്കാം. അങ്ങനെ നമ്മുടെ റൈഡ് അവസാനിച്ചു. ദേ രാകേഷി മിററൊക്കെ പിരികൊണ്ടിരിക്കുന്നു. രാകേഷി ഓടി പടലാനുണ്ടല്ലോ, എന്താ പ്രശ്നം? ഞാൻ കത്തിച്ചൊന്നുമില്ല. രാകേഷി ടയർ ആകുമ്പോ കത്തും അല്ലേ? അപ്പൊ അതെ, റൈഡ് കഴിഞ്ഞു. മൊത്തം പൊടിയുണ്ട്, അതുകൊണ്ടാ ദേ മൊത്തം നോക്കി. ഇതാ മൊത്തം പൊടി മയമാണ്. ഇത് കണ്ടോ, നോക്കിയോ പൊടി നോക്കിയോ. അതെ, എന്തായാലും കൊള്ളാം. അപ്പോൾ സണ്ണി, എന്താ പറയാനുള്ളത്?
ഒരാൾക്ക് ശേഷം അല്ലേ നല്ല ദേഹവേദന ഈ ഒറ്റ സാധനം ഇറക്കാനല്ലേ ഇറക്കാനായിരുന്നു നല്ല ഇതല്ലേ. എടാ ഞങ്ങളുടെ കൈയൊക്കെ ചോന്നായിരുന്നു, ഞങ്ങൾ വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ അതുകൊണ്ട് അതെ ചേച്ചി അപ്പൊ എൻജോയ് ചെയ്തില്ലേ? ഓക്കെ, അപ്പം മിറർ സെറ്റ് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് ബൈ. എയർ അടിച്ചിട്ട് വീട്ടിലോട്ട്. ശരി, അപ്പോൾ ഈ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.